ട്രംപിൻ്റെ പകരച്ചുങ്കത്തിന് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കോടതി അതിനെ വിലക്കിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഈ പകരച്ചുങ്കം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിക്കുന്ന ഈ പരിപാടി അവസാനിക്കുമോ? അതായത് ട്രംപിന് വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാൻഹാട്ടനിലുള്ള US കോർട്ട് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, അതായത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ വ്യവസായ കാര്യങ്ങളൊക്കെ അത് സംബന്ധിച്ചുള്ള നിയമ നടപടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് റെസിപ്രോക്കൽ താരിഫ് എന്നാണ് പറയുക. പകരച്ചുങ്കമെന്നോ പ്രതികാര ചുങ്കമെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാം. അതായത് ട്രംപ് കണക്കാക്കിയത് ഇങ്ങനെയാണ്: മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി അത് തമ്മിലുള്ള ബാലൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക 10 ഉൽപ്പന്നം ചൈനയിലേക്ക് കയറ്റി അയക്കുന്നെങ്കിൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതും 10 തന്നെ ആയിരിക്കണം. ഇതാണ് ട്രംപിൻ്റെ വാദം. ഈ 10ന് കൂടുതലായി അധികം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന 15 ഇങ്ങോട്ട് തരുമ്പോൾ 10 അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ 5 അധികമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഇതേപോലെ അധിക നികുതി ഏർപ്പെടുത്തുക. അതായത് ഇമ്പോർട്ടും എക്സ്പോർട്ടും കയറ്റുമതിയും ഇറക്കുമതിയും തുല്യ അനുപാതത്തിൽ പോകണമെന്നാണ് ട്രംപിൻ്റെ വാദം. ഇതനുസരിച്ച് പല രാജ്യങ്ങൾക്ക്, ഇന്ത്യക്കടക്കം പോലും ഇതേപോലെ വലിയൊരു താരിഫ് ഏർപ്പെടുത്തി. അതിൽ ഏറ്റവും വലിയ ഇരകളായത് ചൈനയാണ്. ചൈനയ്ക്ക് 140% വരെയൊക്കെയാണ് താരിഫ് ഏർപ്പെടുത്തിയത്. അതുകൂടാതെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും വലിയ രീതിയിലുള്ള താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ ട്രംപ് പറഞ്ഞ ന്യായം, ഈ 3 രാജ്യങ്ങളിൽ നിന്നും കാര്യമായ തോതിൽ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കള്ളക്കടത്ത് ഈ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നു. ഈ കാര്യം പറഞ്ഞാണ് ഈ 3 രാജ്യങ്ങളെയും പ്രത്യേകമായി നികുതി, കുറച്ചുകൂടി കൂടിയ നികുതി ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതെല്ലാം നിയമവിരുദ്ധമായിട്ടാണ് ട്രംപ് ചെയ്തതെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ട്രംപ് ഈ ഉത്തരവൊക്കെ ഇറക്കിയത് അസാധാരണ സാഹചര്യം മുൻനിർത്തി എന്നുള്ള പേരിലാണ്. ഒരു അടിയന്തര സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു, അത് ആ സാഹചര്യം പരിഹരിക്കാൻ ഇത്തരത്തിലൊരു നികുതി ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് ഉത്തരവിട്ടത്. എന്നാൽ യുദ്ധസമാനമായ അടിയന്തര സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് പ്രസിഡന്റിന് ഇത്തരത്തിൽ ഒരു അധികാരം ഉപയോഗിക്കാൻ അവകാശമുള്ളൂ എന്നാണ് കോടതി കണ്ടെത്തിയത്. അല്ലാതെ ഒരു നികുതി പ്രഖ്യാപിക്കാനായിട്ട് ഈ പ്രസിഡന്റിൻ്റെ പരമാധികാരം ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൂടാതെ കോടതി കണ്ടെത്തിയേക്കുന്നത്, ഈ നികുതി ഘടന പരിഷ്കരിക്കൽ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടയും അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ രൂപീകരിക്കുന്നതും അമേരിക്കൻ കോൺഗ്രസിൻ്റെ അധികാരത്തിലുള്ളതാണ്. അതായത് അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചുള്ള അമേരിക്കൻ കോൺഗ്രസിൻ്റെ പരിധിയിൽ വരുന്നൊരു വിഷയമാണ്. അവിടെ ഏകപക്ഷീയമായി പ്രസിഡന്റിന് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് അധികാര ദുർവിനിയോഗമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഇറക്കുമതി ചുങ്കം, അധികമായി ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം ഉടൻ തന്നെ, ഈ ഉത്തരവ് വന്ന് ഉടൻ തന്നെ പിൻവലിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന, കാനഡ, മെക്സിക്കോ അടക്കമുള്ള ചില രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് വലിയ നികുതിയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ആ നികുതി ഏർപ്പെടുത്തിയ ആ ഒരു ഉത്തരവ് പിൻവലിക്കാൻ 10 ദിവസത്തെ സാവകാശം കൂടി കൊടുത്തിട്ടുണ്ട് കോടതി. അപ്പോൾ ഇത് വലിയൊരു തിരിച്ചടി ഉണ്ടായി എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ട്രംപിൻ്റെ അനുകൂലികൾ, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം ഉടൻ തന്നെ കോടതിയെ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ഉന്നത കോടതിയിൽ. അവർ പറയുന്നത്, ഒരു പ്രാദേശിക കോടതിയുടെ സ്വഭാവമുള്ള, അല്ലെങ്കിൽ താരതമ്യേന ചെറിയ അധികാരമുള്ള ഒരു കോടതിക്ക് രാജ്യത്തിൻ്റെ ഒരു സുരക്ഷ പരിഗണിച്ച് നടപ്പിലാക്കിയ ഒരു നിയമത്തിന്മേൽ ഉത്തരവിടാൻ അധികാരമില്ല എന്നാണ് ട്രംപിൻ്റെ വാദം. ഏതായാലും പ്രത്യക്ഷത്തിൽ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം, ട്രംപ് ഒരു വ്യക്തിഗത താല്പര്യമൊന്നും കൃത്യമായി പറയാം. കാര്യം അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചത്. അതിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കോടതി നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലും ഈ ട്രംപിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം തൻ്റെ ഈ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടി ട്രംപിൻ്റെ അഭിഭാഷകൻ അവിടെ ഉന്നയിച്ചത്, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പോലും പരിഹരിച്ചത് വ്യാപാരത്തിൻ്റെ പേരിലാണ്. 2 രാജ്യങ്ങളും അമേരിക്കയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാർ റദ്ദ് ചെയ്ത് കളയുമെന്നുള്ള ഭീഷണി മുഴക്കിയപ്പോഴാണ് 2 രാജ്യങ്ങളും വെടിനിർത്തലിന് സന്നദ്ധമായി എന്നുള്ള വാദം പോലും ഈ കേസ് പരിഗണിക്കുമ്പോൾ ട്രംപ് അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ കോടതി എടുത്ത് അത് ആ ഒരു അർത്ഥത്തിൽ വാദങ്ങളെല്ലാം തള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിണിത ഫലം, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പിന്നെ ഓഹരി വിപണിയിലും ദൃശ്യമായിട്ടുണ്ട്. കാര്യം ട്രംപിൻ്റെ ഈ നടപടികളുടെ ഭാഗമായി
ഡോളർ മൂല്യം താഴെ പോവുകയും സ്വർണ്ണവില കുതിച്ചു കയറുകയൊക്കെ ചെയ്തിരുന്നു. അതിപ്പോൾ നേരെ തിരിച്ചായിട്ടുണ്ട്. സ്വർണ്ണവില ഇടിയാൻ തുടങ്ങി, ഡോളർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഏഷ്യൻ ഓഹരി വിപണികളിലടക്കം വലിയൊരു മുന്നേറ്റം ഈ ഒരു കോടതി വിധിയോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം അമേരിക്കൻ ഡോളർ കുറേ കൂടി ശക്തി പ്രാപിച്ചു. ട്രംപിൻ്റെ ഈ മണ്ടത്തരം, ഈ ഒരു തെറ്റായ നടപടി പിൻവലിച്ചതോടുകൂടി ഡോളർ വീണ്ടും ശക്തി പ്രാപിക്കുകയും ചെയ്തു. വിപണിയിലടക്കം അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ട്രംപ് ഇപ്പോൾ തിരിച്ചടി നേരിടുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റേതായ താല്പര്യങ്ങൾ ഉയർത്താൻ വേണ്ടി കാണിച്ച നടപടികളുടെ ഭാഗമായിട്ടുണ്ടായ വീഴ്ചയാണ്. ഇത് ഈ ഭരണത്തിലേറുന്നത് വരെയും ട്രംപിന് ഇത്തരം പ്രശ്നങ്ങളില്ലായിരുന്നു. ട്രംപ് ഈ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈഡൻ്റെ നയങ്ങളെയൊക്കെ വിമർശിച്ച് അത്തരത്തിലാണ് വന്നത്. ഒന്നാം ട്രംപിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. ട്രംപ് ഒരു അഗ്രസീവ് നാഷണലിസത്തിൻ്റെയൊക്കെ ഒരു ഫോമിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ട്രംപിന് ബോധ്യം വന്നു, തൻ്റെ കച്ചവടം, തൻ്റെ പേഴ്സണൽ ലാഭം ഇതൊക്കെ വർദ്ധിപ്പിക്കാതെ ഇനി അങ്ങോട്ട് പിടിച്ചിരിക്കാൻ കഴിയുന്നത് ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ളത് മനസ്സിലായി. അത് കിട്ടിയത് കൊണ്ട് അത് പരമാവധി മുതലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ട്രംപിന് ഇനി ഉദ്ദേശങ്ങളൊന്നുമില്ല. മരുമകൻ്റെ ബിറ്റ്കോയിൻ അല്ലാതെ ക്രിപ്റ്റോ കറൻസിയുടെ വ്യാപാരം വലുതാക്കുക, ഈ ഖത്തർ, സൗദി മേഖലകളിലൊക്കെ ഇടപെട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പരമാവധി വ്യവസായ സഹകരണം ഉണ്ടാക്കുക. അതും ഈ പറയുന്ന US വേണ്ടിയിട്ടല്ല, പകരം കുടുംബത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഒരു ആഡംബര വിമാനം കണ്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് കിടന്ന് മുറവിളി കൂട്ടുക, ഇങ്ങനെയൊക്കെ വല്ലാത്ത രീതിയിൽ ട്രംപ് അങ്ങ് ഖത്തറിൽ നല്ല വിമാനം കിട്ടിയത്. അതെ, ഖത്തറിൽ നല്ല വിമാനം കിട്ടി. അപ്പോൾ ട്രംപ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ അങ്ങ് മാറുകയാണ്. ഡീപ് സ്റ്റേറ്റിന് അടിമപ്പെടില്ല, സ്വന്തമായി നിലപാടുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഡീപ് സ്റ്റേറ്റ് പറയുന്നതിനപ്പുറം ചലിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ട്രംപ് അടിമപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ട്രംപിൻ്റെ പാർട്ടിക്കകത്ത് തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉടലെടുത്ത് കഴിഞ്ഞു. ട്രംപിൻ്റെ ഈ പോക്ക് ശരിയാവില്ല എന്നാണ് പറയുന്നത്. കാരണം പാർട്ടിക്ക് ഇനി തിരിച്ചുവരവ് ഉണ്ടാവില്ല. അത് അമേരിക്കയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ വലിയ വിമർശനത്തിൽ, സാധാരണ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് റിപ്പബ്ലിക്കൻസ്. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ ട്രംപ് ഇന്ത്യക്ക് ഒട്ടും അനുകൂലമല്ല. ഈ പറയുന്ന ചൈന വിരുദ്ധത ഉണ്ടെങ്കിൽ കൂടിയും ഈ ആൾക്കാർ പലപ്പോഴും ഈ റിപ്പബ്ലിക്കൻസ് ഇന്ത്യയെ അത് മുതലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇന്ത്യയോടൊപ്പം നിൽക്കും റിപ്പബ്ലിക്കൻസ്. സാധാരണഗതിയിൽ അങ്ങനെ ജോർജ് W. ബുഷിനൊക്കെ ഇന്ത്യയോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഒബാമ വരെ ഒരു പരിധി വരെ ഇന്ത്യക്കൊപ്പം നിന്നു. ബൈഡനാണ് അതിൽ ചെറിയൊരു അകൽച്ച കാണിച്ച ആൾ. പക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപിന് ഈ പറയുന്ന താല്പര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന ട്രംപ് ഈ എല്ലാം തകിടം മറിച്ചിട്ട് ഒരു കച്ചവടക്കാരൻ്റെ സ്വഭാവത്തിലേക്ക് അങ്ങ് മാറി. നമ്മൾ ഒരാളെ പരിചയപ്പെട്ടത് സൗഹൃദമുള്ള ആളാണ്, സൗഹൃദമായി, പക്ഷേ അയാൾക്കൊരു ബിസിനസ്സുണ്ട്. നമ്മൾ അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് സൗഹൃദം അങ്ങ് പോയിട്ട് നേരെ കച്ചവടക്കാരൻ്റെ മുഖം വരും, വ്യാപാരി. അങ്ങനെയാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് ട്രംപ് ചുരുങ്ങി എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ട്രംപിന് അവസാന ടൈമാണ്, എങ്ങനെയെങ്കിലും മുതലാക്കി പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ, പക്ഷേ ഇത് ദീർഘകാലത്തേക്ക് ബാധിക്കാൻ പോകുന്നത് റിപ്പബ്ലിക്കൻസിനെയാണ്. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും റിപ്പബ്ലിക്കൻസ് ജയിക്കാനുള്ള സാധ്യതയില്ല. ഡെമോക്രാറ്റുകളുടെ തിരിച്ചുവരവായിരിക്കും. കമലാ ഹാരിസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒക്കെ വലിയ രീതിയിലുള്ള വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ട്രംപ് ഉപയോഗപ്പെടുത്തുന്ന സ്ലോട്ടർ വെട്ടുക എന്ന് പറയുന്നത്, നമ്മൾ ഈ റബ്ബറിനൊക്കെ കടും വെട്ടുന്ന ആ രീതിയാണ് ഇപ്പോൾ തുടർന്നു പോകുന്നത്. ഇപ്പം കിട്ടിയ തിരിച്ചടി കൊണ്ട് ട്രംപ് പഠിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നയങ്ങൾ പൂർവാധിക ശക്തിയോടെ തുടർന്ന് തന്നെ പോകാനാണ് സാധ്യത. പക്ഷേ ഇത് ട്രംപിൻ്റെ അവസാനമാണ്. ട്രംപിൻ്റെ ഒരു വൻ തിരിച്ചടി, വൻ തകർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് പരിഹാരമൊന്നും ഉണ്ടാവില്ലെങ്കിലും ട്രംപ് തകർന്നിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. തെറ്റ് തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.